അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? തേൻമൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു സന്തോഷം തന്നുകൊണ്ട് ഇതാ മറ്റൊരു ബലിപെരുന്നാൾ കൂടി നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുന്നിൽ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിൻ്റെയും ചരിത്രമാണ് ഈ ഒരു ദിനത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത്. അള്ളാഹുവിൻ്റെയും നമ്മുടെ മാതാപിതാക്കളുടെയും വാക്കുകൾ അനുസരിക്കുന്ന നല്ല കുട്ടികളാവുക എന്നുള്ളൊരു വലിയ സന്ദേശം നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ, ഈ ഒരു ദിനത്തിൽ പ്രധാനമായൊരു കർമ്മമാണ് ബലിയറുക്കുക എന്നുള്ളത്. ഇനി നാം ഈ പെരുന്നാൾ ദിനത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില സുന്നത്തുകളുണ്ട്. നമുക്കതൊന്ന് നോക്കിയാലോ. ഒന്നാമതായി തക്ബീർ ചൊല്ലൽ. നാം ദുൽഹിജ്ജ 9 മുതൽ ദുൽഹിജ്ജ 13 വരെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകമായി പഠിപ്പിച്ചൊരു സുന്നത്താണ്. രണ്ടാമതായി വൃത്തിയായി കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ലഭിക്കുക. പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികൾ സുഗന്ധം പൂശുക. മൂന്നാമതായി ഈദുൽ ഫിത്റിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈദുൽ അദ്ഹയിൽ ഭക്ഷണം കഴിക്കാതെ വേണം നമ്മൾ ഈദ്ഗാഹിലേക്ക് പുറപ്പെടേണ്ടത്. നാലാമതായി ഈദ്ഗാഹിലേക്ക് പുറപ്പെടുമ്പോൾ ഒരു വഴിയും ഈദ്ഗാഹിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയും സ്വീകരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായി പെരുന്നാൾ നമസ്കാരം നാം എല്ലാവരും ഒരുമിച്ച് നമസ്കരിക്കുക, നമ്മുടെ സന്തോഷങ്ങൾ പങ്കിടുക, നമ്മളെ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി കൂട്ടുകാരെ, നമ്മളെല്ലാവരും നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പാവപ്പെട്ടവർക്ക് ഈ ഒരു സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബലിമാംസവും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും ഒക്കെ സമ്മാനമായി അവർക്ക് നൽകി അവരെ നമ്മൾ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. ഇനി കൂട്ടുകാരെ, എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും കൂടി പെരുമാറണം. എല്ലാവർക്കും എൻ്റെ ഈദാശംസകൾ നേരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ